ഹലോ. അപ്പം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ബ്ലാബ്ലാക്കാറിലാണ്. യൂറോപ്പിൽ മൊത്തത്തിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ 2 ടൈപ്പ് ഓഫ് ബസ്സസ് ആണുള്ളത്. ഒന്ന് ഫ്ലിക്സ് ബസ്, രണ്ടാമത്തേത് ബ്ലാബ്ലാക്കാർ. സോ ഫ്ലിക്സ് ബസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തേക്കും അവൈലബിൾ ആണ്. ബ്ലാബ്ല കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. കമ്പാരിറ്റീവ്ലി ബ്ലാബ്ലാക്കാറാണ് ചീപ്പ്. നമ്മൾ ഇതിലാണെന്ന് പോകുന്നത്. ഞാനിതിൻ്റെ സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു ബ്ലാബ്ല ബസ് അവൈലബിൾ ആണോ എന്ന്. സോ ഞാൻ വിചാരിച്ചു കുറച്ച് ക്ലിപ്പൊക്കെ എടുത്ത് അവനെ ആഡ് ചെയ്ത് ഇവനെയും കൂടി ഒന്ന് ഫേമസ് ആക്കാമെന്ന്. അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. ഇവിടെ തന്നെ വാഷ്റൂം അവൈലബിൾ ആണ് ആൻഡ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഞങ്ങൾ അവിടെ ഫ്രഷ് ആയി. ആൻഡ് ഇവിടെ നമുക്ക് ലഗേജ് വെക്കാൻ പറ്റും. സോ ഞങ്ങളുടെ ലഗേജ് അവിടെ കീപ്പ് ചെയ്ത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്യാം. എന്നിട്ട് ഡിപ്പോസിറ്റ് ലഗേജ് ക്ലിക്ക് ചെയ്യുക. സോ അതിൽ സ്മോൾ ക്യാബിൻ, ലാർജ് ക്യാബിൻ പല സൈസ് അവൈലബിൾ ആണ്. നമ്മൾ മീഡിയം ആണ് എടുത്തത്. €6 ആണ്. സോ അവർ ബോക്സ് നമ്പർ തരും. ക്യാഷ് ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യാം. ലഗേജൊക്കെ വെച്ച് ഫ്രീ ആയതിനു ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ആദ്യം ചിന്തിച്ചത് ഫുഡിനെ പറ്റിയാണ് കേട്ടോ. പിന്നെ മാക്ഡൊണാൾഡ്സും KFC ഒക്കെ അടുത്തുള്ളതുകൊണ്ട് വലിയ ടെൻഷനില്ല. വേഗം പോയി ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് സ്റ്റേഷനിലെത്തി. ആൻഡ് അവിടെ നമുക്ക് ടിക്കറ്റ് ഓഫീസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ബ്ലഡിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. പെർ ഹെഡ് 3.80 ആണ് ടിക്കറ്റ് റേറ്റ് വന്നത്. ആൻഡ് ഈ ബസ്സിലേക്ക് കയറാനുള്ള നീണ്ട ക്യൂ ആണ് കേട്ടോ. ഞങ്ങളും 1 അവർ ക്യൂ നിന്നു. ആൻഡ് ഞങ്ങൾക്ക് ബസ് കിട്ടി. ആൻഡ് ഈ ക്യൂ അടുത്ത ബസ്സിലേക്കുള്ളതാണ് കാണുന്നത്. അങ്ങനെ മോസ്റ്റ് അടിപൊളി ലൊക്കേഷനായ ബ്ലഡിൽ ഞങ്ങളെത്തി. ആൻഡ് അവിടെ നിന്ന് ഒരു 10 മിനിറ്റ്സ് വോക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ബ്ലഡ് ലേക്കിലേക്ക്. ആൻഡ് ഇത് ഒരുപാട് റഷൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. മേ ബി സ്ലൊവേനിയ അധികം ആർക്കും അറിയാത്തതുകൊണ്ടായിരിക്കും അധികം ടൂറിസ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സ്വസ്ഥമായിട്ട് വലിയ തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് ഓരോ സ്ഥലങ്ങളും കാണാൻ പറ്റി. ലുബ്ലിയാനയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1 അവർ ബ്ലഡിലേക്ക് ട്രാവൽ ഉണ്ട്. പ്ലസ് ഒരു 1 അവറോളം ഞങ്ങൾ ക്യൂ നിന്നു. സോ ഞങ്ങൾ ആകെ ടയേർഡായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വന്നിട്ട് ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന്. ആൻഡ് നടന്ന് എത്തി. ഈ ലേക്ക് കണ്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി ആൻഡ് എക്സൈറ്റഡ് ആയി. ഈ ലേക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇത് ഭയങ്കര ബ്ലൂ കളറാണ് ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. ആൻഡ് ഇതിന് ചുറ്റുമുള്ള ഗ്രീനറി അതിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. സോ മൊത്തത്തിൽ ഇത് ഞങ്ങൾക്കൊരു റിഫ്രഷിങ് ആയിട്ടുള്ളൊരു ഫീലാണ് തന്നത്. ആൻഡ് ഞങ്ങൾക്ക് അപ്പം തന്നെ ഫീൽ ചെയ്തു ഇവിടെ വന്നത് ഭയങ്കര വേർത്തായി എന്നുള്ളതും. ആൻഡ് ഇതിൻ്റെ നടുക്കായിട്ട് ഒരു ഐലൻഡ് ഉണ്ട്. സോ നമുക്ക് ബോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഐലൻഡിലേക്ക് ബോട്ട് റൈഡ് പോകാൻ പറ്റുന്നതാണ്. ഇവിടെ എല്ലാം നടന്ന് കാണാനുള്ളതാണ് കേട്ടോ. സോ കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. നടക്കാൻ വയ്യാത്തവർക്ക് സൈക്കിൾ എടുക്കാം. അതുപോലെ ഈ വരുന്ന ട്രെയിനില്ലേ, ഈ ടോയ് ട്രെയിൻ നമുക്ക് ടിക്കറ്റ് കൊടുത്തെടുത്താൽ ഇതിന് ചുറ്റും നമ്മളെല്ലായിടത്തും കൊണ്ട് കാണിക്കുന്നതാണ്. സോ നമ്മൾ ലേക്ക് കണ്ടു. ആൻഡ് നമ്മൾ ബ്ലഡ് കാസിൽ കാണാൻ മേളിലേക്ക് പോവാണ്. കുറച്ച് നടക്കാനുണ്ട്. ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് നമുക്ക് നടക്കാനുണ്ട്. സോ ലെറ്റ്സ് സീ കം. സോ കാസിൽ കാണാൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള വോക്ക് ഉണ്ടായിരുന്നു. എൻ്റെ എല്ലാവരും ഒന്നും അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു പോയി കാണാമെന്നുള്ളത്. അപ്പം പ്രോപ്പറായിട്ടുള്ള വഴികളൊന്നും ഇല്ല. ഒരു മിനി ട്രെക്കിംഗ് പോലെയൊക്കെ നമുക്ക് പറയാം. പക്ഷേ അത് എളുപ്പമായിരുന്നു. കാരണം അവർ കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ 20 മിനിറ്റ്സോളം ഞങ്ങൾ നടന്ന് എത്തി. കണ്ട വ്യൂ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നമുക്ക് ആ ബ്ലഡ് ലേക്കിൻ്റെ വ്യൂ കാണാൻ പറ്റും. അത് ഭയങ്കര നൈസായിരുന്നു. ആൻഡ് അത് കണ്ടിട്ട് വീണ്ടും ഞങ്ങൾ കാസലിലേക്ക് നടന്നു. കാസലിലെ എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് പെർ ഹെഡ് €18 ആണുള്ളത്. സോ ഈ സ്ലൊവേനിയയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലം കാണുന്നെങ്കിലും നമ്മളിവിടെ ടിക്കറ്റ് എടുക്കണം. അവിടെയാണ് നമുക്ക് ഏറ്റവും എക്സ്പെൻസീവായിട്ട് തോന്നുന്നത്. സോ നമ്മൾ വന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലാം കാണണമല്ലോ. സോ നമ്മൾ എല്ലാത്തിലും കയറാൻ എൻട്രി ഫീസ് സെപ്പറേറ്റ് കൊടുക്കണം. അപ്പം നമ്മൾ ബ്ലഡ് കാസിൽ കണ്ടിട്ട് താഴെ ഇറങ്ങി വന്നതാണ്. സോ ഇതാണ് നമ്മൾ കണ്ട കാസിൽ. ഈവനിങ് വാക്കൊക്കെ നടത്തി പീസ്ഫുള്ളി റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. ആൻഡ് ഇവിടെ എല്ലായിടത്തും ഫ്രീ ആയിട്ടുള്ള ഫ്രഷ് ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആണ്. നമ്മുടെ ലേക്ക് ബ്ലഡിൽ നിന്ന് തന്നെ വരുന്നതാണ്. ആൻഡ് ഞാൻ പറയും ലേക്ക് ബ്ലഡ് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ.